ഹേ ഗൈസ്, അപ്പോൾ കുറച്ച് ആളുകൾ ഇപ്പോൾ നേരിട്ട് കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പല വീഡിയോൻ്റെ താഴത്ത് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി സാൻജോ സുനിലിൻ്റെ കേസിലൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോ കൊണ്ടിരിക്കുമ്പോൾ താഴത്തെ കമൻറ്റ് ചെയ്യുന്നത് എന്താ ILRൻ്റെ കേസൊന്നും ഇപ്പോൾ ഒന്നും പറയാനില്ലല്ലോ, എല്ലാം വിട്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ILRൻ്റെ കേസ് നമ്മൾ അങ്ങനെ വിടുന്ന കാര്യമല്ല. ഒന്ന് അതിനകത്തൊരു തീരുമാനമാകുന്ന വരെ നമ്മൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും മൊത്തത്തിൽ. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ എനിക്ക് ഒരു പന്തികേട് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതങ്ങനെ ആവണമെന്നില്ല, ബട്ട് അങ്ങനെ ആയാൽ എന്നുള്ള കാര്യം കൊണ്ട് മാത്രം. അപ്പോൾ ILR ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തകൃതിയായിട്ട് അടി നടക്കുക. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരം, സന്തോഷം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഷബാന മഹമ്മൂദ് നമ്മുടെ ഹോം സെക്രട്ടറി പെട്ടെന്ന് കയറി ഒരു നിയമം പാസ്സാക്കാൻ വേണ്ടി പല പരിപാടികളും കൊണ്ടുവന്നു. നിയമമൊക്കെ അനൗൺസ് ചെയ്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു ആദ്യമെല്ലാം. അവരുടെ പാർട്ടിക്കുള്ളിൽ MPമാർ ഉൾപ്പെടെ നമ്മൾ അയക്കുന്ന മെയിലുകൾക്ക് പലരും റിപ്ലൈ പോലും തന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ 100ഓളം MPമാർ ഈ ഒരു പ്രപ്പോസലിന് എതിരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു നല്ലൊരു ന്യൂസ് എന്ന് വെച്ച്. അത് മാത്രമല്ല, 100ഓളം MPമാർ സ്വന്തം പാർട്ടിക്കകത്തുനിന്നാണ്. ബാക്കി മറ്റ് പാർട്ടി MPമാരും എല്ലാവരും കൂടി നോക്കുമ്പോൾ ഒരു അത്യാവശ്യം MPമാർ വരും. അപ്പോൾ ഈ ഒരു വോട്ട് എടുപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ അത് പാർലമെൻറ്റിൽ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പോൾ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഈ ILRനെതിരെയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഒരുപാട് വരികയും അതുമാത്രമല്ല ഹൈക്കോർട്ടിലേക്ക് ഈ കേസുമായിട്ട് പോകാനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പഴയ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പുള്ളിക്കാരി വന്നിട്ട്, ആഞ്ചല റൈന വന്നിട്ട് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് മൂലക്കിരുത്തി വെച്ചിരിക്കുന്നത്. അതായത് ഇതൊക്കെ അൺറിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുള്ളി ഇത് ശരിയായിട്ടുള്ള നിയമമല്ല, ഇത് റെട്രോസ്പെക്റ്റീവ്ലി അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വന്ന് ഒരു മാസ് പെർഫോമൻസ് കാണിച്ചതോടുകൂടി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു 2 തൃശങ്കൂലായിപ്പോയി. പുള്ളിക്കാരനും ഇത് വന്നു കഴിഞ്ഞാൽ പണി പാളുമോ എന്നുള്ളൊരു സംശയം പുള്ളിക്കാർക്ക് വന്നു. മെയിനായിട്ട് ഈ സംശയം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്ററിലെ പാർട്ടിയുടെ തോൽവിയായിരുന്നു. അതായത് വർഷങ്ങളോളം കുടികുത്തിക്കാത്തുകൊണ്ടിരുന്നൊരു മണ്ഡലം ഇല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ സ്ഥലം അങ്ങോട്ട് പോയി താഴെ വീണു. അതായത് ഗ്രീൻ പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ജയിച്ച് തൂക്കിക്കൊണ്ടുപോയി. കാരണം മൈഗ്രൻസിനെതിരെയുള്ള വികാരങ്ങൾ, മൈഗ്രൻസ് അതിനെ എതിർത്തു തോൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഏരിയയൊക്കെ നമ്മുടെ ഇപ്പോൾ ഏരിയകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രൻസിൻ്റെ കൂടുതൽ ആധിപത്യമുള്ള ഏരിയകളാണ്. ഒരു 10-100 വോട്ട് ചിലപ്പോൾ ഒരുമിച്ച് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിധികൾ മാറിപ്പോകാനുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു സംവിധാനം ഇവിടെയുള്ള ഭൂരിഭാഗം വരുന്ന ഇന്ത്യക്കാർ, അതേപോലെ തന്നെ മറ്റ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഏഷ്യൻ കമ്മ്യൂണിറ്റീസ് ഉള്ളവരും, അതുപോലെ തന്നെ മറ്റ് മലയാളികൾ കുറച്ചൊക്കെ എല്ലാവരും ലേബറിനെ കുത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും ഗ്രീനിനൊക്കെ കുത്തി ജയിപ്പിച്ചു. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇലക്ഷന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭത്തിൽ പാർട്ടി ആകെ തൃശങ്കൂലായി, നമ്മുടെ പ്രൈം മിനിസ്റ്ററും സംശയത്തിൻ്റെ നിഴലായി, ഇതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ പണി പാളോ എന്നുള്ളത്. ഓക്കെ, അതൊരു ഒരു 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 പരിധി വരെ നമ്മുടെ ILRൻ്റെ നിയമത്തെ ചേഞ്ച് ഇല്ലെങ്കിൽ വരുന്നത് തടയാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് ഇവർ കാണിക്കുന്നെങ്കിലോ എന്നുള്ളൊരു സംശയമാണ്. അതായത് ഇപ്പോൾ പബ്ലിക്കലി പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഈ ഇമിഗ്രേഷൻ നയങ്ങൾ സോഫ്റ്റ് ഒന്ന് കുറച്ച് ഇളവുകൾ കൊണ്ടുവന്ന് ഒരു മയപ്പെടുത്തി റെട്രോസ്പെക്റ്റീവ്ലി അപ്ലൈ ചെയ്യാതെ ഈ നിയമം കൊണ്ടുവരും, ഇനി വരുന്ന ആളുകൾക്ക് ഇത് ബാധകമാവുന്ന രീതിക്കൊക്കെ കൊണ്ടുവരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഷബാന മഹമ്മൂദ് ആണെങ്കിൽ പിടിച്ച പിടിയായാലും ഒന്നില്ലെങ്കിൽ ഞാനിപ്പോൾ രാജിവെച്ച് പോവും, നിയമം വന്നില്ലെങ്കിൽ എന്നുള്ള ഒരു വാശിയിൽ പുള്ളിക്കാരി അവിടെ നിൽക്കുന്നു. ഒന്നില്ലെങ്കിൽ പുള്ളിക്കാരിയുടെ രാജി, ഇല്ലെങ്കിൽ ILR നിയമം എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് രണ്ടും ഇവിടെ നടന്നിട്ടില്ല. അവിടെയാണ് എനിക്ക് സംശയം വരുന്നത്, ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ലോക്കൽ ഇലക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ടിയുടെ ഇപ്പോഴുള്ള അവസ്ഥ വെച്ചിട്ട് പാർട്ടി അമ്പയെ തോറ്റ് തുന്നമ്പാടി റിഫോം നേട്ടം കൊയ്തുകൊണ്ട് പോകും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ റിഫോമിനും ഒരു ഇടിപറ്റിയ രീതിയിലാണ് ഇരിക്കുന്നത് ഒന്നും. ഓക്കെ, റിഫോമിനെ പോലെ തന്നെ കുറച്ചും കൂടി ഫാർ റൈറ്റ് പാർട്ടിയായിട്ടുള്ള മറ്റൊരു പാർട്ടിയും കൂടി വന്നതുകൊണ്ട് തന്നെ ഒരു 2 പാർട്ടിക്കിടയിൽ കോമ്പറ്റീഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ലേബർ പാർട്ടി പോയി റിഫോമാണ് അതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഗ്രീൻ പാർട്ടിയുടെ വളർച്ച അത് വലിയ തോതിൽ എന്താ പറയുക നമ്മളെ സ്വാധീനിക്കില്ലെങ്കിൽ നമുക്ക് ഗുണകരമാവുന്നൊരു പരിപാടിയാണ്. എല്ലാവർക്കും ഇവിടെ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഗ്രീൻ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ പാർട്ടി എടുത്ത ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്നോ. അതായത് ഇലക്ഷൻ കഴിയുന്നവരെ ഇങ്ങനെ നിയമം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച് കളിച്ച് അതായത് ഈ പറഞ്ഞ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ
ലേബർ പാർട്ടിക്ക് കുറച്ച് പേര് വോട്ട് കുത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്റ്റാമർ വന്നിട്ട് നൈസായിട്ട് മയപ്പെടുത്തുന്നു, ആഞ്ചല റൈനാർ വന്നിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവുന്നു, ഷബാന മൊഹമ്മദിനെ തള്ളിപ്പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊരു രണ്ട് ചിന്താഗതി വന്നു തുടങ്ങും. ഇത് ഇലക്ഷൻ കഴിയുന്നവരെ മാത്രമേ ഇവരിങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്യുമായിരുന്നെങ്കിൽ, അതായത് ഇങ്ങനെ തന്നെ കുറച്ച് സോഫ്റ്റ് പരിപാടി കൊണ്ടുവന്ന് ക്രിസ്റ്റാമറും അതേപോലെ തന്നെ മറ്റ് മെമ്പേഴ്സൊക്കെ വന്നിട്ട് ഒരു നല്ല രീതിയിലുള്ളൊരു അഭിനയം കാഴ്ചവെച്ചാൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും ലേബറിന് കുത്തും. അങ്ങനെ കുത്തി അവർ ജയിച്ച് വന്നു കഴിഞ്ഞാൽ, അവർക്ക് സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കൊണ്ടുവന്ന പോളിസിക്ക് അതൊരു വലിയൊരു സപ്പോർട്ടായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ ഒരു തോട്ട്. മേ ബി അതങ്ങനെ ആവാതിരിക്കാം, പക്ഷെ അങ്ങനെ തോന്നുന്നു. പക്ഷേ നിങ്ങൾ നേരെ ഗ്രീൻ പാർട്ടിക്ക് തന്നെ പോയി ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്ക് മാറ്റി കുത്തി ഇവരവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ ആ പ്രഷർ ഒന്നും കൂടി ബിൽഡാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബിൽഡായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അതായത് റെട്രോസ്പെക്റ്റീവ്ലി നമ്മളെ താഴ്ത്തി കാണിച്ചിട്ടുള്ള ചില പോളിസികൾ, അതായത് ലോ സ്കിൽഡ് വർക്ക്, ചീപ്പ് ലേബർ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുള്ള ആളുകളാണ്. എന്നാൽ നമ്മൾ ബോറിസ് ജോൺസൺ ഗവൺമെൻറ്റിൽ സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞിട്ട് അതിസംബോധന ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലേ. ബട്ട് ഇപ്പോൾ ഇത് ലോ സ്കിൽഡായി ചീപ്പ് ലേബറായി അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്കൊക്കെ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരുടെ ഒരു നാടകമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പോയിട്ട് ലേബറിനെ വോട്ട് കുത്തി ജയിപ്പിച്ച് ലാസ്റ്റ് അവരെല്ലാവരും കൂടി ഹായ് എന്ന് പറഞ്ഞിട്ട് ഈ സെപ്റ്റംബർ ലാസ്റ്റോ അല്ലെങ്കിൽ നവംബർ ഫസ്റ്റോ ഡിസംബർ ലാസ്റ്റൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഈ നിയമം കൊണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മൾ മൂച്ചും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ പബ്ലിക്കലി ഇപ്പോൾ അടിയാ, അതായത് ഇപ്പോൾ ഈ ഒരു പോക്ക് ഇങ്ങനെ തന്നെയാണെങ്കിൽ ഈ നിയമം പാസ്സാവില്ല എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്, ധാരണ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു കെക്കകത്തുള്ള ഇല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ഓൾറെഡി എസ്ഐയിലുള്ളവർക്ക് ബാധകമാവില്ല എന്നൊക്കെയാണ് നമുക്ക് പ്രസൻ്റ്ലി ഗുഡ് ന്യൂസാണ്, നമുക്ക് പ്രോപ്പറായിട്ട് ഗുഡ് ന്യൂസാണ്. ഓക്കെ, ബട്ട് അതൊരു നാടകമാണെങ്കിൽ അവർക്ക് ഒരു ഓസ്കാർ കൊടുക്കേണ്ടി വരും, ഓസ്കാർ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ILRൻ്റെ കേസിൽ നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കുക. പല പരിപാടികളൊക്കെ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റ്, ഈ പറഞ്ഞ നിയമം, ഈ പറഞ്ഞ ഇങ്ങനെയുള്ള മൈഗ്രേഷൻ പോളിസിക്കെതിരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മലയാളികൾ ഉൾപ്പെടെ ആളുകൾ ലണ്ടനിൽ പ്രൊട്ടസ്റ്റൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റുമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ ഇപ്പോൾ കറൻ്റ് ഉണ്ട്. ഓക്കെ, അത് ഈ ഒരു സെൻറ്റിമെൻറ്റ് നിൽക്കുന്നതുകൊണ്ടാണ്. ബട്ട് അതൊരു പോകാനുള്ള സാധ്യതകൾ ഇല്ലെങ്കിൽ നാടകമായി മാറി സ്ട്രിക്റ്റായിട്ട് നിയമങ്ങൾ ഇലക്ഷന് ശേഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണിപാടും. ഇപ്പോൾ വരയ്ക്കും നിങ്ങൾ ശാന്തിയും സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. ഇപ്പോൾ എല്ലാവർക്കും PR ഉണ്ട്. ഓക്കെ, ഈ വർഷം തന്നെ അവസാനം കുറേ ആൾക്കാർ PR എടുക്കും, അടുത്ത വർഷം സ്റ്റാർട്ടിങ് തൊട്ട് കുറേ ആൾക്കാർ PR എടുത്തുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിരിക്കും. പക്ഷേ മൈൻഡിൽ എപ്പോഴും വെക്കുക ചതി പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. കാണാം, ബൈ.